ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മുടെ തേർഡ് ഡേ ആണ്, ഗോവ ട്രിപ്പിൻ്റെ തേർഡ് ഡേ എന്ന് വെച്ചാൽ സൗത്ത് ഏരിയയിലോട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്ത ഡേ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് പോയത് ഓൾഡ് ഗോവ ചർച്ചിലോട്ടാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റിസോർട്ടിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയായിരുന്നു. ഗോവ എന്ന് വെച്ചാൽ ഓൾഡ് ഗോവ ചർച്ച് കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആ ദിവസം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല അധികം വെയിലും ഇല്ല, അധികം മഴയും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നേ. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് നിർത്തും, അങ്ങനത്തെ ആയിരുന്നേ. പിന്നെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 1.25 മണിക്കൂർ തന്നെ നല്ല ട്രാവൽ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഓൾഡ് ഗോവ ചർച്ച് വരെ നമ്മൾ അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. ഞങ്ങൾ വെള്ളമൊക്കെ തപ്പി നടക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അവിടെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സ്പ്രൈറ്റിന് അവിടെ ഒരു വെള്ളത്തിന് തന്നെ നമ്മുടെ ഇവിടുത്തെ 20 ആണെങ്കിൽ അവിടെ 40 40-50 ഒക്കെ. എനിക്ക് തോന്നുന്നു ഫുഡിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ ആവുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. സോ ഞങ്ങളിപ്പോൾ അവിടെയൊക്കെ കറങ്ങി. എനിക്ക് തോന്നുന്നു ആകെ അവിടെ മദ്യത്തിന് മാത്രമാണ് ഏറ്റവും വിലക്കുറവ്. ബാക്കിയെല്ലാം നമ്മൾ തൊടുന്നതിനെല്ലാം പൈസയാണ്. നമ്മുടെ ഇവിടെ 20 രൂപയ്ക്കാണെങ്കിൽ അവിടെ 40 രൂപ 50 രൂപയൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മുടിയൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞൊരു ചേച്ചിമാരിങ്ങനെ നടക്കുന്നത്. ഇതിൻ്റെ എൻട്രിയാണ് ഇവിടുത്തെ. നമുക്ക് എൻട്രി ഫീസൊക്കെ എത്രയാണ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-30 ആ റേഞ്ചൊക്കെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. ഇത് രസമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടൊരു നല്ലൊരു അവിടെ ഇതൊരു കോമഡി ഇതാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുക. പിന്നെ ഒരാൾക്ക് വന്നാലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എൻട്രി പാസ്സൊക്കെ മേടിച്ച് ഇത് ആൾ സ്റ്റക്കായോട് നിൽക്കുന്ന രൂപമാണ്. ഞങ്ങളുടെ ആൾ തന്നെ ബാക്കിലോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ കയറാൻ എൻട്രി അവിടെ നിന്ന് അവർ തന്നെ ഇത് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോൺ അലൗഡഡ് അല്ല. അപ്പോൾ നമ്മളന്ന് വന്ന ആ റെസ്റ്റ് തീർക്കാൻ നമ്മളവിടെ ആ ഗ്രൗണ്ടിലൊക്കെ വന്ന് ഇരിക്കുന്നത് ഇതിനകത്ത് കാണാവേ. അത് കയറാനുള്ള തന്ത്രപ്പാടില്ല. ഞങ്ങളാണെങ്കിൽ അത് ഒന്നൊന്നര പറ്റിയിട്ട് അകത്തോട്ട് കയറിയത്. സോ ഞങ്ങൾ അതിൻ്റെ എൻട്രിയൊക്കെ കയറി. നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മളത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണത്. നല്ല അടിപൊളി വൈബ് സ്ഥലം തന്നെയായിരുന്നു. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രപ്പാടില്ല. ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ആദ്യം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നേ ആകെ ടയേർഡായി. കുറച്ച് വെള്ളവും ഇതുമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് വേണം അകത്തോട്ട് കയറാൻ. നമ്മൾ അലൗഡല്ല. നമ്മൾ ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ്റെ അകത്ത് നടക്കുന്ന ഒരു ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്തതാണിത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.